ഒരു സിനിമയ്ക്ക് എങ്ങനെയൊക്കെ ഹൈപ്പ് ഉണ്ടാക്കാം? ടീസർ, പോസ്റ്റർ, ട്രെയിലർ അല്ലെങ്കിൽ കാസ്റ്റ് ആൻഡ് ക്രൂ, വെറും ഓഫ് സ്ക്രീൻ സ്റ്റില്ലുകൾ കൊണ്ട് ഒരു സിനിമയ്ക്ക് ഹൈപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? എന്നാൽ ഇപ്പോൾ സാക്ഷാൽ പൃഥ്വിരാജ് സുകുമാരൻ ചെയ്യുന്നതും അതുതന്നെയാണ്. വെറും ഓഫ് സ്ക്രീൻ ലുക്ക് കൊണ്ട് പൃഥ്വിരാജ് ഇപ്പോൾ ഖലീഫയ്ക്ക് ഉണ്ടാക്കി കൊടുത്ത മൈലേജ് ചെറുതൊന്നുമല്ല. പല ലുക്കിലായി വന്ന നടൻ്റെ സ്റ്റില്ലുകൾ ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു. ലുക്കിൽ മാത്രമല്ല കേട്ടോ, വർക്കിലും അടിമുടി മാറ്റമാണ് ഇപ്പോൾ പൃഥ്വിരാജിന്. വിവിധ ജോണറുകളിലുള്ള വമ്പൻ സിനിമകളാണ് പൃഥ്വിയുടേതായി ഇനി വരാനുള്ളത്. അതെല്ലാം ബോക്സ് ഓഫീസിനെ ഇളക്കി മറിക്കാൻ കേൾപ്പുള്ളവയുമാണ്. റോഷാക്ക് എന്ന മമ്മൂട്ടി സിനിമ കണ്ടവരാരും നിസാം ബഷീർ എന്ന സംവിധായകൻ്റെ പേര് മറക്കില്ല. കൺവെൻഷണൽ കഥ പറച്ചിലിനെ മാറ്റി എഴുതി പ്രേക്ഷകർക്ക് ഒരു പുത്തൻ അനുഭവം സമ്മാനിച്ച സിനിമയായിരുന്നു റോഷാക്ക്. മമ്മൂട്ടിയുടെ പോസ്റ്റ് കോവിഡ് ഫിലിമോഗ്രഫിയിലെ ഏറ്റവും മികച്ച സിനിമയെന്ന് കണക്കാക്കപ്പെടുന്ന സിനിമയുടെ സംവിധായകൻ പൃഥ്വിരാജുമൊത്ത് എത്തുമ്പോൾ പ്രതീക്ഷകളും വാനോളമാണ്. നിസാം ബഷീറിൻ്റെ ആദ്യ സിനിമയായ കെട്ടിയോളാണെൻ്റെ മാലാഖയും കണ്ടന്റിൽ ചില വിമർശനങ്ങൾ നേരിട്ടെങ്കിലും ശ്രദ്ധ നേടിയ ചിത്രമായിരുന്നു. ഐ നോബഡി എന്ന പുതിയ ചിത്രത്തിൻ്റെതായി ഇതുവരെ വന്ന കണ്ടന്റുകളെല്ലാം ആ നിലവാരം കാത്തു സൂക്ഷിക്കുന്നവയാണ്. 100 ദിവസത്തിന് മേലെയുള്ള ചിത്രീകരണം, അതിൽ 60 ദിവസത്തോളം 5ഓളം ഫൈറ്റ് സീനുകളുടെ മാത്രം ചിത്രീകരണം, ജേക്സ് ബിജോയുടെ സംഗീതം, പാർവതി, ഹക്കീം ഷാ തുടങ്ങി ഗംഭീര കാസ്റ്റ്. ഹൈപ്പുണ്ടാകാൻ ഇത്രയും കാര്യങ്ങൾ പോരെ? ജൂലൈ 9 ഐ നോബഡി റിലീസിന് തയ്യാറെടുക്കുമ്പോൾ ഹീസ്റ്റ് എന്നതിലുപരി പൃഥ്വിരാജിൻ്റെ സാധാരണക്കാരൻ ആംഗിളിലുള്ള മറ്റൊരു വേഷപ്പകർച്ച കൂടിയാകും ഈ സിനിമ. മമ്മൂട്ടി ഇതുവരെ കാണാത്ത ഭാവത്തിൽ അവതരിപ്പിച്ച നിസാം ബഷീർ പൃഥ്വിരാജിനും അത്തരമൊരു ഗംഭീര കഥാപാത്രം തന്നെ ഒരുക്കി വച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഖലീഫ ഒരുപക്ഷെ വലിയ ഇടവേളയ്ക്ക് ശേഷം ഒരു പൃഥ്വിരാജ് സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഹൈപ്പ്. ക്യാമറയുടെ മുന്നിലും പിന്നിലും ഗംഭീര ടീമുകൾ. ഹിറ്റ് മേക്കർ വൈശാഖ്, നീൽ നിതിൻ മുകേഷ്, ജേക്സ് ബിജോയ്, ജോമോൻ ടി ജോൺ, ചമൻ ചാക്കോ, ആക്ഷൻ ഡയറക്ടർ യാനിക് ബെൻ, ഒപ്പം ക്യാമിയോ വേഷത്തിൽ മലയാളത്തിൻ്റെ മോഹൻലാൽ. ഒരു വർഷം മുമ്പേ പുറത്തുവിട്ട ഗ്ലിംസ് മുതൽ ഖലീഫയ്ക്ക് ലഭിക്കുന്ന ഹൈപ്പ് വാനോളമാണ്. ഒരു മാസ് ആക്ഷൻ സ്റ്റൈലിഷ് ചിത്രം പൃഥ്വിരാജിൽ നിന്ന് വന്നിട്ട് നാളേറെ ആയിരിക്കെ ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ തീർക്കാൻ കേൾപ്പുള്ള പൃഥ്വിയുടെ വജ്രായുധമാണ് ഈ വൈശാഖ് ചിത്രം. ചിത്രത്തിനായുള്ള പൃഥ്വിരാജിൻ്റെ ലുക്കുകൾ തന്നെ അടിമുടി വ്യത്യസ്തമാണ്. ഇത്ര സ്റ്റൈലിഷായി അദ്ദേഹത്തെ ഈ ഇടയ്ക്ക് കണ്ടിട്ടുണ്ടോ എന്നും സംശയമാണ്. ഓരോ ഓഫ് സ്ക്രീൻ ലുക്കും ഓരോ ഹൈപ്പ് ഫാക്ടറായി മാറുന്ന കാഴ്ച. ഓണം റിലീസായി ഓഗസ്റ്റ് 20 എത്താനിരിക്കെ ഖലീഫ ഏതൊക്കെ റെക്കോർഡുകൾ തകർക്കുമെന്നാണ് സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുന്നത്. ഒറ്റ അനൗൺസ്മെൻറ്റ് പോസ്റ്റർ സോഷ്യൽ മീഡിയ ആകെ ആദ്യമൊന്നും ഞെട്ടി. രാഹുൽ സദാശിവൻ്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ഒടിയൻ ഒറ്റ പോസ്റ്റർ കൊണ്ട് തന്നെ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഹൊറർ സിനിമകളുടെ മാസ്റ്ററായ രാഹുൽ സദാശിവൻ പൃഥ്വിരാജുമൊത്ത് കൈകോർക്കുമ്പോൾ ഭ്രമയുഗവും ഭൂതകാലവും DSRയും കണ്ട് ഞെട്ടിയതുപോലെ ഒടിയൻ്റെ മറ്റൊരു ബെസ്റ്റ് വേർഷൻ തന്നെയാകുമെന്ന് ഉറപ്പിക്കാം. ബോളിവുഡ് ജയൻ്റായ ധർമ്മ പ്രൊഡക്ഷൻസ് നിർമ്മാണ പങ്കാളിയായി ഒടിയനിലൂടെ എത്തുമ്പോൾ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലും മേക്കിങ്ങിലും എല്ലാ പരിധികളും ഒടിയൻ മറികടക്കുമെന്ന് ഉറപ്പാണ്. നായകന്മാരെക്കാൾ ശക്തരായ വില്ലന്മാരെ ഉണ്ടാക്കിയെടുക്കുന്ന സംവിധായകൻ, അതും ലോക സിനിമാ പ്രേമികളെ വരെ ഞെട്ടിച്ചയാൾ. SS രാജമൗലി ചിത്രം വാരണാസി ഇന്ത്യൻ സിനിമയുടെ തന്നെ തലവര മാറ്റിയെഴുതാൻ കെൽപ്പുള്ള സിനിമയാണ്. അതിൻ്റെ മുൻനിരയിൽ മഹേഷ് ബാബുവിനൊപ്പം പൃഥ്വിരാജ് എത്തുമ്പോൾ അതൊരു ഒന്നൊന്നര വരവാകും. സിനിമയുടെ ടൈറ്റിൽ ലോഞ്ച് ഇവൻറ്റിൽ പൃഥ്വിക്ക് രാജമൗലി കൊടുത്ത ഇൻട്രോ തന്നെ അത്ര ഗംഭീരമായിരിക്കെ സിനിമയിലും വിട്ടുവീഴ്ചകൾ ഒന്നും ഉണ്ടാകില്ലെന്ന് പ്രതീക്ഷിക്കാം. ഈച്ചയിലെ കിച്ച സുദീപ്, ബാഹുബലിയിലെ റാണ, മഗധീരയിലെ ദേവ് ഗില്ലിനെ പോലെ എന്നെന്നും ഓർമ്മിക്കപ്പെടുന്ന വില്ലനാകട്ടെ പൃഥ്വിയുടെ കുംഭ. ഇവയ്ക്കൊപ്പം മേഘ്ന ഗുൽസർ ചിത്രം ദായിറയും പ്രതീക്ഷയുണർത്തുന്നുണ്ട്. കരീന കപൂർ നായികയായി എത്തുന്ന ചിത്രം തിയേറ്ററിലേക്ക് എത്താൻ ഒരുങ്ങുകയാണ്. 40 വയസ്സായി കഴിഞ്ഞാലാണ് എൻ്റെ മുന്നിലെ സാധ്യതകൾ തുറക്കപ്പെടുന്നത്. അവിടെയാണ് ഞാൻ എന്ന നടൻ്റെ ഒരുപാട് ഡയമെൻഷൻസ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്താൻ പോകുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് പൃഥ്വിരാജ് പറഞ്ഞ വാക്കുകൾ സത്യമാകുകയാണ്. ഇനി വരാനിരിക്കുന്ന ഈ സിനിമകൾ എടുത്തു പരിശോധിച്ചാൽ അത് മനസ്സിലാകും. എന്തായാലും ബോക്സ് ഓഫീസിനെ ഇളക്കി മറിക്കാനും തന്നിലെ നടൻ്റെ പുതിയ സാധ്യതകൾ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കാനും പൃഥ്വിരാജിന് സാധിക്കട്ടെ.